എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ പദ്ധതിയായിട്ടുള്ള PM ശ്രീ നടപ്പാക്കാൻ പാടില്ല എന്നുള്ള കടുത്ത പ്രതിഷേധത്തിലാണ് CPI. CPIയുടെ പ്രതിഷേധത്തെ നിസ്സാരവൽക്കരിക്കുന്നില്ല എന്നും LDF ഈ വിഷയം ചർച്ച ചെയ്യും എന്നൊക്കെ തന്നെ CPMൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. CPI എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ അഭിപ്രായം കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമേ സർക്കാർ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് എങ്കിലും പല വിഷയങ്ങളിലും CPI ഇതേപോലെ തന്നെ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ ഉയർത്തിയിരുന്നെങ്കിലും അതെല്ലാം തന്നെ അവസാനം CPMൻ്റെ മുന്നിൽ അടിയറവ് വെച്ച് അവരുടെ തീരുമാനത്തിനോടൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്തായാലും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടും അതേ ഡെസ്റ്റിനി തന്നെയാണ് CPIക്ക് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. എന്തായാലും CPIയുടെ മന്ത്രിമാരും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളും ശ്രീ ബിനോയ് വിശ്വം അടക്കമുള്ള ആൾക്കാരുമൊക്കെ തന്നെ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ സഹകരിക്കാൻ പാടില്ല എന്നുള്ള കടുത്ത പ്രതിഷേധത്തിൽ തന്നെ തുടരുകയുമാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPIക്ക് ഒരു വിലയും കൊടുക്കാതെ കഴിഞ്ഞ വർഷം തന്നെ ഈ PM ശ്രീ പദ്ധതിയിൽ ചേരുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരുന്നുവെന്നും അത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നുമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങളോടും നിലപാടുകളോടും എതിർപ്പ് പ്രകടിപ്പിക്കുമെങ്കിലും അവസാനം അതിനൊക്കെ തന്നെ വഴങ്ങുന്ന ഒരു രീതി പതിവായി കണ്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലൊന്നും ഉണ്ടാകുന്നില്ല. എന്തായാലും പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടിയുടെയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് തൊട്ട് മുൻപും തുടങ്ങിയപ്പോഴും അതിനുശേഷവും PM ശ്രീ പദ്ധതിയെക്കുറിച്ച് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി പറഞ്ഞത് എന്താണ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അത് ഇങ്ങനെയാണ്. ഈ 2025 മെയ് മാസത്തിൽ, അതായത് അധ്യയന വർഷം തുടങ്ങുന്നതിന് തൊട്ട് മുൻപത്തെ മാസം അദ്ദേഹം PM ശ്രീ പദ്ധതിയെ എതിർത്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. PM ശ്രീ പദ്ധതിയിൽ ചേരാൻ നമ്മുടെ സംസ്ഥാനം തയ്യാറല്ല, പക്ഷേ അങ്ങനെ ചേരുന്നില്ല എന്നതിൻ്റെ പേരിൽ വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടേണ്ടുന്ന ധനസഹായം കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നു, അത് കോടിക്കണക്കിന് രൂപയുടെ ധനസഹായമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു എന്നും അദ്ദേഹം ഈ മെയ് മാസത്തിൽ പറയുകയുണ്ടായി. തുടർന്ന് ജൂൺ മാസത്തിൽ വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കന്മാരുമായി അദ്ദേഹം ഒരു ചർച്ച കൂടി നടത്തി. ആ ചർച്ചയിലും അദ്ദേഹം ഇതേ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത്. PM ശ്രീ കേരളത്തിൻ്റെ നയമല്ലെന്നും ഇതിൽ ഒപ്പിടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നുമാണ് അന്ന് ശ്രീ V ശിവൻകുട്ടി പറഞ്ഞതായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഓഗസ്റ്റ് മാസമായപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: PM ശ്രീ പദ്ധതി കേരളത്തിൽ വേണ്ടെന്ന് മന്ത്രി V ശിവൻകുട്ടി. അതിൽ പറയുന്ന എല്ലാ പദ്ധതികളും കേരളത്തിൽ നടപ്പാക്കി, അതായത് എല്ലാം നമ്മൾ നടപ്പാക്കി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അവർ പറയുന്നതനുസരിച്ച് നമ്മൾ കംപ്ലൈ ചെയ്യാനൊന്നുമില്ല. കേന്ദ്രം അനുവദിക്കാനുള്ള ഫണ്ട് മാത്രം കേരളത്തിന് അനുവദിച്ച് തന്നാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. അതായത് നിങ്ങൾക്ക് വല്ലതും ഇങ്ങോട്ട് തരാനുണ്ടെങ്കിൽ അതിങ്ങ് തന്നേക്കൂ, നിങ്ങൾ പറയുന്നതൊന്നും നമ്മൾ കേൾക്കില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ്. കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ്. 1ാം ക്ലാസ്സിലെത്തുന്ന 99% കുട്ടികളും 10ാം ക്ലാസ്സിലെത്തുന്നു. തുടർ പഠനത്തിലെ ശരാശരിയിൽ കേരളം വളരെ മുന്നിലാണെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ ശരാശരി 63% മാത്രമാണ്. 99.01% സ്കൂളുകളിലും ആധുനിക സൗകര്യങ്ങളുണ്ട്. 91% സ്കൂളുകളിലും ഇൻ്റർനെറ്റ് സൗകര്യമുണ്ട്. ഭൗതിക സാഹചര്യത്തിലും കേരളം ഒന്നാമതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭൗതിക സാഹചര്യത്തിൽ കേരളം ഒന്നാമതായതിൻ്റെ പല ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ ചുമരുകളൊക്കെ തന്നെ ബിസ്ക്കറ്റ് പൊടിയുന്നത് പോലെ പൊടിയുക, പിന്നെ ഒരു സ്കൂളിൻ്റെ പാർക്കിംഗ് ഷെഡിൻ്റെ നേരെ മുകളിൽ കൂടി KSEBയുടെ 11 kV ലൈനുകളൊക്കെ തന്നെ പോവുക, അതിൽ ഒരു വിദ്യാർത്ഥി എണീറ്റ് നിന്നാൽ തന്നെ അത് തലയിൽ തട്ടി വിദ്യാർത്ഥി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുക, ഇങ്ങനെ നമ്മൾ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ വഴി നേരിട്ട് കണ്ടിട്ടുമുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് PM ശ്രീ എന്ന പദ്ധതി കേരളത്തിന് ആവശ്യമില്ല എന്ന് പറയാനാണ് മന്ത്രി ഇവിടെ എല്ലാം തന്നെ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റാണ് ഇന്ന് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം 2024 മാർച്ച് മാസം 30-ാം തീയതി നമ്മുടെ സംസ്ഥാനം കേന്ദ്രത്തിന് ഒരു കത്തയച്ചു. ആ കത്തയച്ചിരിക്കുന്നത് റാണി ജോർജ് IAS ആണ്. ഈ കത്തയക്കുന്ന സമയത്ത് അവർ സംസ്ഥാന സർക്കാരിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ജോലി ചെയ്യുന്നത്. ആ കത്ത് ആർക്കാണ് അയച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സഞ്ജയ് കുമാർ IASനാണ്. അദ്ദേഹം സെക്രട്ടറി ടു ഗവൺമെൻറ്
ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി. അപ്പോൾ കേന്ദ്ര സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പിലെ സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്ന ഒരു കത്താണ്. ആ കത്ത് തുടങ്ങുമ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ നമ്മുടെ സംസ്ഥാനം ക്ഷണിക്കുന്നത് ഏത് വിഷയത്തിലേക്കാണ് എന്ന് പറയുന്നുണ്ട്. എസ്റ്റാബ്ലിഷിംഗ് PM ശ്രീ സ്കൂൾസ് ഇൻ കേരള എന്നതിനെക്കുറിച്ചാണ്. കേരളത്തിൽ PM ശ്രീ സ്കൂളുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് എന്നാണ് പറയുന്നത്. അതിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ ഇങ്ങനെ പറയുന്നു: സർ, ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യുവർ അറ്റൻഷൻ ടു DO ലെറ്റർ നമ്പർ. ആ ലെറ്ററിൻ്റെ നമ്പർ പറയുന്നുണ്ട്. ഡേറ്റഡ് 23 February 2024. The state of Kerala has always been committed to providing quality education to students by implementing many novel and sustainable initiatives in school education sector. നമ്മുടെ സംസ്ഥാനം എല്ലായ്പ്പോഴും നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് നല്ല ക്വാളിറ്റിയുള്ള, നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി അതിനു വേണ്ടുന്ന പുതിയതും സസ്റ്റൈനബിളുമായിട്ടുള്ള പല പദ്ധതികളും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ തന്നെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാരാണ് എന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. The state is looking forward to establish PM ശ്രീ സ്കൂൾസ് in Kerala. സംസ്ഥാന സർക്കാർ PM ശ്രീ സ്കൂളുകൾ കേരളത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഒരിക്കൽ കൂടി ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. The state is looking forward to establish PM ശ്രീ സ്കൂൾസ് in Kerala. അപ്പോൾ ഒരു തരത്തിലുള്ള ആശങ്കകളും ബാക്കി നിർത്താതെ കേരള സംസ്ഥാനം ഔദ്യോഗികമായി ഉദ്യോഗസ്ഥ തലത്തിൽ കേന്ദ്ര സർക്കാരിനോട് പറയുകയാണ്, നമ്മുടെ നാട്ടിൽ PM ശ്രീ സ്കൂളുകൾ തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാണ് എന്ന്. ഇൻ ദിസ് റിഗാർഡ്, ഈ കാര്യത്തിൽ എ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി ഹെഡഡ് ബൈ പ്രിൻസിപ്പൽ സെക്രട്ടറി ജനറൽ എഡ്യൂക്കേഷൻ ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഇതിനുവേണ്ടി നമ്മുടെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി തലവനായിട്ടുള്ള ഒരു സമിതിയെ, അതൊരു സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയാണ്, അതിനെ നമ്മൾ രൂപീകരിച്ചിട്ടുമുണ്ട്. ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കമ്മിറ്റി, ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ദി MOU ഫോർ എസ്റ്റാബ്ലിഷിംഗ് PM ശ്രീ സ്കൂൾസ്, നമ്മുടെ ഈ PM ശ്രീ സ്കൂളുകൾ ആരംഭിക്കുന്നതിന് വേണ്ടുന്ന ധാരണാപത്രം വിൽ ബി സൈൻഡ് ബൈ ദ സ്റ്റേറ്റ് ബിഫോർ ദി അക്കാഡമിക് ഇയർ 2024-25. 2024-25 അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിനും അങ്ങനെ കേരളത്തിൽ PM ശ്രീ സ്കൂളുകൾ ആരംഭിക്കുന്നതിനുള്ള സന്നദ്ധത നമ്മൾ പ്രഖ്യാപിക്കുന്നതിനും തയ്യാറാണ് എന്നാണ് ഈ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. ഇറ്റ് ഈസ് റിക്വസ്റ്റഡ് ടു കൈൻഡ്ലി റിലീസ് 37.5% ഓഫ് ദി ഫണ്ട് സാങ്ഷൻ ഫോർ ദ ഫൈനാൻഷ്യൽ ഇയർ 2023-24. അതുകൊണ്ട് തന്നെ 2023-24 37% ഫണ്ട് അനുവദിക്കൂ എന്നാണ് ഈ ഒരു കത്തിൽ പറയുന്നത്. ഇനി ആലോചിച്ച് നോക്കുക, ഇവിടെ CPIയെ CPM ഇപ്പോഴാണോ കബളിപ്പിക്കുന്നത്, അതോ നേരത്തെ തന്നെ കബളിപ്പിച്ചിരുന്നോ? ഇങ്ങനെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം, ആ തീരുമാനം സ്വീകരിച്ചതിന് ശേഷം അതുമായി മുന്നോട്ട് പോകുന്നതിന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി അതുവഴി കേന്ദ്ര സർക്കാരുമായി ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് PM ശ്രീ സ്കൂളുകൾ കേരളത്തിൽ ആരംഭിക്കുന്നതിനുള്ള സന്നദ്ധത അറിയിച്ചപ്പോൾ CPI ഈ വിഷയങ്ങളൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല, വെറുതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അത് ഒരു തരത്തിലും അറിയുന്നതിനുള്ള ഒരു മാർഗം പോലും CPIക്ക് ഉണ്ടായിരുന്നില്ല, അഥവാ CPIക്ക് അത്ര വില മാത്രമേ CPM കൊടുത്തിട്ടുള്ളൂ എന്ന് വേണം കാണാൻ. അല്ലായിരുന്നുവെങ്കിൽ CPIയോട് നയപരമായിട്ടുള്ള ഒരു വിഷയമാണ്, നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന് എതിർപ്പുള്ള വിഷയമാണ്, അതിൽ ഒരു നിലപാട് മാറ്റം ഉണ്ടാകുന്ന സമയത്ത് LDFൽ ചർച്ച ചെയ്യണമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള CPIയോട് നിർബന്ധമായും ചർച്ച ചെയ്യണമായിരുന്നു, പ്രത്യേകിച്ച് അവർക്ക് കടുത്ത എതിർപ്പുണ്ട് എന്നറിയാവുന്ന സാഹചര്യത്തിൽ. പക്ഷേ അങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്ക് CPM പോയിട്ട് പോലുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തീരുമാനം അവരെടുത്തു. ശ്രീ V ശിവൻകുട്ടിയും ശ്രീ പിണറായി വിജയനും അടക്കം ആ തീരുമാനമെടുത്തു. എന്നിട്ട് ആ എടുത്ത തീരുമാനം ഉദ്യോഗസ്ഥരെ കൊണ്ട് കേന്ദ്രത്തിലുള്ള ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. ഇതെല്ലാം സംഭവിച്ചത്, ഈ കത്ത് അയക്കുന്നത് 2024 ഫെബ്രുവരി മാസം 23 അതായത് ഏതാണ്ട് 1.5 വർഷം മുൻപ് തന്നെ ഇങ്ങനെ PM ശ്രീ സ്കൂളുകൾ കേരളത്തിൽ ആരംഭിക്കാം എന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പ്രശ്നം RSSൻ്റെ കാവ്യവൽക്കരണമാണോ, RSSൻ്റെ വിദ്യാഭ്യാസത്തിലേക്കുള്ള കടന്നുകയറ്റമാണോ, അവർക്ക് യഥേഷ്ടം സിലബസ് പരിഷ്കരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമാണോ, അവരുടേതായിട്ടുള്ള നയങ്ങളും നിലപാടുകളും പാഠ്യപദ്ധതികളിലടക്കം ഉണ്ടാകുന്നു എന്നതാണോ, ഇന്ത്യ ചരിത്രത്തെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ഒക്കെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിനെ കലർത്തിക്കൊണ്ട് പരിഷ്കരിക്കുന്നു എന്നുള്ള ആരോപണമാണോ, അതോ മറ്റാരെയും അറിയിക്കാതെ പുറത്ത് ഒരു വലിയ പ്രതിരോധത്തിൻ്റെ ഫേസ് കാണിച്ചിട്ട് കേന്ദ്രത്തിൽ ചെന്ന് BJPയുടെ കാൽക്കൽ വീണിട്ട് ഞങ്ങൾക്ക് ആ പണം ഇങ്ങ് അനുവദിച്ചു തരൂ, ഞങ്ങൾ എന്തിനും തയ്യാറാണ്, PM ശ്രീ സ്കൂൾ വേണോ തുടങ്ങിക്കോ, ആയുഷ്മാൻ ആരോഗ്യമന്ത്രി വേണോ തുടങ്ങിക്കോ എന്ന് പറയുന്നതാണ് CPMൻ്റെ ഈ 4 വോട്ടിന് വേണ്ടി മാറാത്ത നിലപാട് എന്നൊക്കെ പറഞ്ഞ് ഇവർ താളത്തിലും ഈണത്തിലുമൊക്കെ നമ്മുടെ മുന്നിൽ പറയുന്ന ആശയവും ആദർശവും.
സത്യത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ CPM എന്നുള്ളതിനെക്കുറിച്ച് CPI ഇതുവരെ മനസ്സിലാക്കാഞ്ഞത് എന്താണ് എന്നാണ് എനിക്കിതുവരെ അറിയാത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPI ചുരുങ്ങിയത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇത്ര വില മാത്രമേ LDFിലുള്ളൂ, നിങ്ങളെ അറിയിക്കുന്നതിനും 1.5 വർഷം മുമ്പെങ്കിലും ഈ പദ്ധതി നടപ്പാക്കാൻ പോവുകയാണ് എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്തോ ചില കാരണങ്ങളാൽ അത് വൈകിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അതിന് എന്ത് തരത്തിലുള്ള എക്സ്ക്യൂസ് ആണ് CPM കൊണ്ടുവരുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്ത് എക്സ്ക്യൂസ് ആണെങ്കിലും ഈ PM ശ്രീ പദ്ധതി എന്നത് സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണമാണ് എന്നുള്ള ആരോപണമായിരുന്നു ആദ്യം മുതൽ തന്നെ CPM സ്വീകരിച്ചിരുന്നത്. എന്നിട്ടും അതെല്ലാം തന്നെ അങ്ങ് മാറിയിരുന്നോട്ടെ, ഞങ്ങൾക്ക് പണം കിട്ടിയാൽ മതി, ഞങ്ങൾ ഈ പദ്ധതി പ്രകാരം കേരളത്തിൽ സ്കൂളുകൾ ആരംഭിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്നദ്ധത അറിയിക്കണമെങ്കിൽ ഈ കാവ്യവൽക്കരണത്തിനേക്കാൾ മുകളിലുള്ള പ്രയോറിറ്റി ഉണ്ട് എന്ന് CPMന് തന്നെ ബോധ്യമായിട്ടുണ്ടാകും. അത് ഒന്നുകിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനും നല്ല ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള നല്ല ചിന്തയായിരിക്കാം. അതല്ല എങ്കിൽ പൈസ ഇല്ലാതെ നട്ടം തിരിയുന്ന സമയത്ത് ഒരാശ്വാസത്തിന് ഞങ്ങൾ ആദർശത്തിനെ വിറ്റ് ആശയത്തിനെ പിന്നിലേക്ക് മാറ്റിവെച്ച് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു കീഴടങ്ങലുമാകാം. രണ്ടിലേതായാലും ഇത് നിങ്ങളുടെ നയങ്ങളെയും നിലപാടുകളെയും ചുട്ട് തിന്നുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ CPMനോട് പറയാനുള്ളൂ. അതുകൊണ്ട് CPI ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്, നിങ്ങളോട് കൺസൾട്ട് ചെയ്തിട്ടല്ല നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകളുള്ള വിഷയങ്ങളിൽ CPM തീരുമാനമെടുക്കുന്നത്. തീരുമാനം എടുത്തതിന് ശേഷം നിങ്ങൾ പ്രതിരോധിച്ചാലും പ്രതിഷേധിച്ചാലും അതിനൊക്കെ എത്രത്തോളം ആയുസ്സുണ്ട് എന്നുള്ളത് മുൻപ് പല വിഷയങ്ങളിലും, അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും നയങ്ങളും നിലപാടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വില മാത്രമേ ഈ മുന്നണിയിലുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. കേന്ദ്ര സർക്കാർ CPMന് കൊടുക്കുന്ന നിലയും വിലയും എത്ര മാത്രമേ ഉള്ളൂ എന്നതും മറ്റൊരു തമാശയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും ഞങ്ങൾ ഇതിവിടെ നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നതിന് ശേഷം രഹസ്യമായി ചെന്ന് ചേട്ടാ ഞാനത് നടപ്പാക്കിയേക്കാം, ആ പൈസ ഇങ്ങ് തന്നേക്കൂ എന്ന് പറഞ്ഞ് സാമ്പത്തികമായി നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സംസ്ഥാനം അങ്ങനെ പോയി നിരുപാധികം മാപ്പ് പറഞ്ഞ് പദ്ധതികൾ നടപ്പാക്കുകയാണ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പതിവായിട്ടുള്ള ഒരു കാര്യമാണ്. ആശയമാണോ, ആദർശമാണോ, പണമാണോ, ഏതാണ് വലുത് എന്ന് ചോദിച്ചാൽ CPMനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പണമില്ലാത്ത ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പണം തന്നെയാണ് മുഖ്യം ബിഗിലെ എന്ന് മാത്രമാണ് CPM നമ്മളോട് പറയുന്നത്. CPI അത് അറിയാതെ പോയതിൽ എനിക്കും നിരാശയുണ്ട്. നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം. 2 തവണ 1 തവണ. ജയ് ഹിന്ദ്.